6,15. 6,15. ലോണും കാര്യങ്ങളൊക്കെ അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 90 കൊടുക്കാം. ഇത് നമ്മൾ 2 റുപ്യ ഒരു 1,90 ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,45 കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനുള്ളത് കുളപ്പുറത്തുള്ള കക്കാടംപുറം എന്ന സ്ഥലത്തുള്ള TF യൂസർ കാർസിലാണുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സാധാരണക്കാർക്ക് പറ്റിയതും എല്ലാ ആൾക്കാർക്ക് പറ്റിയ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നാനോകളുണ്ട്, പിന്നെ ടാറ്റൻ്റെ വണ്ടികളുണ്ട്, അൾട്ടോ ഉണ്ട്, റിറ്റ്സ്, സ്വിഫ്റ്റ്, എ സ്റ്റാർ മുതലായ എല്ലാ വണ്ടികളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാ സുഖല്ലേ? റാത്തല്ലേ? അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ടി നമ്മളെ ഹോണ്ട സിറ്റി. ഇതെങ്ങനെ മോഡൽ? 2006 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1,20. 1,20. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. തട്ടുമുട്ടൊന്നും. ഓക്കെ. പിന്നെ ഇത് എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 70-80 അടുത്ത് ടയറും കാര്യങ്ങളും ഉണ്ട് അല്ലേ? 2000 മോഡലാണെങ്കിലും അതിൻ്റെ അനുസരിച്ചുള്ള വൃത്തിയും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നീറ്റും കാര്യങ്ങളുള്ള ഇന്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ബ്രോ, അത് നമ്മൾ എത്ര ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1,20 ഫൈനലാക്കി കൊടുക്കാം. എന്തെങ്കിലും കുറയോ? അതിലെന്തെങ്കിലും കസ്റ്റമർ വന്ന് ഓക്കെ. ബ്രോ, അടുത്ത വണ്ടി 2014 ഐ10 ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക്കാ? ഓക്കെ. ഫുൾ ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 78,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ. പിന്നെ കമ്പനി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തില്ല. കസ്റ്റമർക്ക് വന്ന് ചെക്ക് ചെയ്യാം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ബോണറ്റ് റീപ്ലേസ്മെന്റ്. മേജർ തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നല്ല. ബോണറ്റ് റീപ്ലേസ്മെന്റ്. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 80-85 മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്, നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ബ്രോ, ഇത് ഇപ്പോൾ ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 3,40 കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് ചെയ്യാം. ഫിനാൻസ് കയറും ഇതിന്? ഫിനാൻസ് ഫുൾ ഓൺ തന്നെ കയറും. അപ്പോൾ ഫുൾ ഓൺ വണ്ടിയാണിത്. അപ്പോൾ ഒരു പൈസയും വേണ്ട, ഫുള്ളായിട്ട്. ഓക്കെ. ഇപ്പോൾ അടുത്തൊരു എറ്റിയോസ് അല്ലേ? ഇത് 2012 മോഡൽ. 2012 മോഡൽ. പെട്രോൾ ഡീസലാ? ഡീസൽ. VXD ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആണല്ലേ? കിലോമീറ്റർ എത്ര ഓടിക്കുന്നത്? ഇത് 1,30. ഇത് റിയൽ അല്ലോ? ഇവിടെ ഒറിജിനൽ കേരള അല്ല. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ ടയറും കാര്യങ്ങളും ഒരു 70-75% മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്കാ വണ്ടിയാണ്. ഇത് ഫൈനലാക്കി എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 3,90. ഇത് സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ അല്ലേ? അപ്പോൾ ഫിനാൻസ് എത്ര കയറും ഇതിന്? ഫിനാൻസ് ഒരു 2,45-3 റുപ്യ. 2,45-3 റുപ്യ കയറും. ഓക്കെ. മാക്സിമം സിബിലുള്ള അനുസരിച്ച് മാക്സിമം കൊടുക്കാം. നല്ല കസ്റ്റമർക്കാണെങ്കിൽ നല്ല മാക്സിമം ലോൺ ഇട്ടു കൊടുക്കും. അപ്പോൾ അടുത്തൊരു റിറ്റ്സ് ഡീസൽ. 2014 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 96,000. പിന്നെ എത്രാമത്തെ ഓണറാ? ഇത് ഫോർത്ത് ഓണർ ആയിട്ടില്ല. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല അല്ലേ? അതിപ്പോ കസ്റ്റമർക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യില്ലേ? അവിടുത്തെ ഇപ്പോ കസ്റ്റമർക്ക് ഇപ്പൊ മെക്കാനിക്കിനെ കൊടുക്കാണ്ട് ചെക്ക് ചെയ്യാൻ ഇതിന്റെ ടയറും കാര്യങ്ങളും ഒരു 70%, 65-70% ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർക്ക് വന്നിട്ടാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളും നീറ്റും ക്ലീൻ ആണ്. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം?
ഇത് നമുക്കൊരു 3.25 റേഞ്ച് കൊടുക്കും. 3.25 റേഞ്ചിനല്ലേ? ഇത് ലോൺ എത്ര കയറും? ഇതിന് 2.25. 2.25 കയറും. പിന്നെ ഇപ്പോൾ കുറഞ്ഞ ഇത് കസ്റ്റമർക്കാണെങ്കിൽ മാക്സിമം ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതൊക്കെ കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത് നാനോ 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ AC പവർ സ്റ്റാറിംഗ് ഒക്കെ പവർ വിൻഡോ ഒക്കെ. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 78,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ. എത്രാമത്തെ ഓണറാ? സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. ഓക്കെ. ടയറും കാര്യങ്ങളും ഒരു 80% അടുത്ത് ടയറുണ്ട്. ബാക്കിൽ കുറച്ച് കുറവാണ്. പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ കമ്പനി തന്നെ വരുന്ന സീറ്റ് കവറും ചെയ്തിട്ടില്ല. അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 90 രൂപ. ഇതിന് ലോൺ എന്തെങ്കിലും കയറുമോ? ഞാനൊക്കെ ലോൺ കയറില്ല. സേർട്ട് ലോൺ അങ്ങനെ എന്തെങ്കിലും സേർട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇവിടെ അടുത്തുള്ള ആൾക്ക് അതോ അടുത്തുള്ള ആൾക്ക് ഇവിടുന്ന് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഓലെ പരിചയത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ. ബ്രോ അടുത്തൊരു സ്വിഫ്റ്റ് 2018 VDI സിംഗിൾ ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കും? ഇത് 80,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ. കമ്പനി സർവീസ് ഒക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ടല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ്. പിന്നെ ടയറും കാര്യങ്ങളും ഒരു അത്യാവശ്യം 80% മുകളിലുണ്ട്. ഇന്റീരിയൽ വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ബ്രോ അത് നമുക്ക് ഫൈനലാക്കി എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6.15. ലോണും കാര്യങ്ങളൊക്കെ? ലോണ് ഇതിമോ സിവിലൊക്കെ ഓക്കെ ആണ്. ഫുൾ ഓൺ തരിക. ഒരു പൈസ ഇറക്കണ്ട. കസ്റ്റമർ അനുസരിച്ച് സിവിൽ അനുസരിച്ച് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ? അപ്പോൾ അടുത്തൊരു അൾട്ടോ. ഇത് എത്ര മോഡൽ? എത്ര? ഇത് 2008 അല്ലേ? അൾട്ടോ LXi. ഇത് റിന്യൂവൽ കഴിഞ്ഞല്ലേ? റിന്യൂവൽ കഴിഞ്ഞ് 28 വരെ 2028 വരെ പേപ്പർ ഉണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 90,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ടയറും കാര്യങ്ങളും ടയറും അത്യാവശ്യമുണ്ട്. ഒരു 90% അടുത്ത് ഏകദേശം ഉണ്ട് ടയർ. ബാക്കിൽ കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇന്റീരിയർക്ക് വരുമ്പോൾ നീറ്റും ക്ലീനൊക്കെ തന്നെ. സീറ്റ് കവർ ചെയ്തിട്ടില്ല. സീറ്റ് കവർ കമ്പനി വരുന്ന അതേ സീറ്റ് കവർ ചെയ്തിട്ടില്ല. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.15 ഒക്കെ ആയിക്കൊണ്ട് ഒരു 1.10 ലെവല്. പിന്നെ അതിന് എന്തെങ്കിലും സേർട്ട് ഫിനാൻസോ അങ്ങനെ എന്തെങ്കിലും കയറുമോ? ഇത് നമുക്ക് ശ്രീരാമിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. മാക്സിമം കുറച്ച് കൊടുത്തൂടെ? മാക്സിമം ചെയ്ത് കൊടുക്കും. അടുത്തൊരു സ്വിഫ്റ്റ് VDI 2012 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 1.55. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ. കമ്പനി സർവീസ് ഉള്ളതാ? കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്യില്ല, കസ്റ്റമർ വന്നിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ. ചെക്ക് ചെയ്യല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യാം. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരു 80-90% അടുത്ത് ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുത്തത്? ഇത് 3.25 ചോദിക്കണേ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് 2.25 ആ റേഞ്ചിൽ കയറും. മാക്സിമം ചെയ്ത് കൊടുക്കാം. റിറ്റ്സ് 2010 മോഡൽ 11 രജിസ്ട്രേഷൻ. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ. അപ്പോൾ അടുത്ത ഒരു കൊല്ലം കൂടി റിന്യൂവൽ ഉണ്ടോ? പിന്നെ ഇത് ലിഫ്റ്റ് ചെയ്താണ്. ഫേസ് ലിഫ്റ്റ് ചെയ്താ? അതെ. പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 91 കിലോമീറ്റർ. 91,000 കിലോമീറ്റർ. ജെനുവിനാ? കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തോണ്ടാ? ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ? ടയറും കാര്യങ്ങളും വരുമ്പോൾ ഈ 80% മുകളിൽ ടയറുണ്ട്. ഏകദേശം 90% എത്തും. അപ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളും നീറ്റും ക്വാളിറ്റിയാണ്. ഇത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 2.10. ലോണ് എന്തെങ്കിലും കയറും? ലോൺ ശ്രീരാമിൽ ഒരു 1.60 ആ റേഞ്ചിൽ കയറും അല്ലേ? മാക്സിമം കസ്റ്റമർ സിവിൽ അനുസരിച്ച് മാക്സിമം കൊടുക്കല. അപ്പോൾ അടുത്ത ഡാറ്റ്സന്റെ ഗോ
2014 സിംഗിൾ ഓണർ വണ്ടി 40,000 ഓടിയിട്ടുള്ളൂ. ആകെ 40,000. 40,000 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി. ഇത് വരുമ്പോൾ നിസാനിലല്ലേ സർവീസ്? നിസാന്റെ സർവീസ്. ഓക്കെ. ഇതെന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയറാ 4. പുത്തൻ ടയറല്ലേ? ഇത് സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട്. സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയലൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റി. നമുക്ക് ഇത് ഫൈനലാക്കി എത്ര കൊടുക്കാം? ഇത് നമ്മൾ 2 റുപ്യ ഒരു 190. 190. ഇത് ഫിനാൻസ് ഒന്നും കയറുമോ? ഫിനാൻസ് ഒരു 160, 140 ആ റേഞ്ചിലൊക്കെ കയറും. ആ റേഞ്ചിൽ കയറില്ല. ബാങ്കിന് കയറുമോ? ഫിനാൻസിന് കയറും. ഓക്കെ. എന്തായാലും നമുക്ക് കുറച്ച് കൊടുത്തൂടെ? കുറച്ച്. ഇതിപ്പോ എത്രാമത്തെ ഓണർ പറഞ്ഞേ? ഇത് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ അല്ലേ? 2011 മോഡൽ. 2011 മോഡൽ. അപ്പൊ ഇനി ഒരു കൊല്ലം കൂടി റിന്യൂവൽ. ഓക്കെ. ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 78,000. ഓക്കെ. പിന്നെ ആ ജനുവൻ കിലോമീറ്റർ ആണോ? ജനുവൻ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഒന്നുമില്ല അല്ലേ? പിന്നെ ഇത് എത്രാമത്തെ ഓണറാ? ഇത് 4th ആണ്. 4th ഓണറാ അല്ലേ? ടയറും കാര്യങ്ങളും ഒരു 60% ഉള്ളൂ. ബാക്കിലും കുറച്ച് കുറവാണ്. ഇന്റീരിയർക്ക് വരുമ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ബ്രോ അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1.25 കൊടുക്കാം. ഇതിന് ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് ശ്രീരാമിൽ ഒരു റുപ്യ റേഞ്ചിലൊക്കെ. ഇത് LXI അതോ? LXI 2 ഡോർ വിൻഡോ കയറ്റിയിട്ടുണ്ട്. ക്യാമറ കാര്യമൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് 1.25, 1.20 റേഞ്ചിലൊക്കെ കുറച്ച് കൊടുത്തു എന്തെങ്കിലും. അടുത്ത് ഡാറ്റ്സൻഗോ. ഇത് 2015. 2015 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1.10. എത്രാമത്തെ ഓണറാ? ഇത് 4th ഓണർ ആയിരിക്കും അല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. പക്ക നീറ്റ് ആൻഡ്. ടയറും കാര്യങ്ങളും പുത്തൻ ടയറും കാര്യങ്ങളൊക്കെയാണ്. ഇന്റീരിയലൊക്കെ വരുമ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് ഇന്റീരിയലാണ്. ബ്രോ അത് നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1.25 ഒക്കെ കൊടുക്കാം. പിന്നെ ലോൺ എന്തെങ്കിലും കയറൂലേ? ഇതുമേലെ ഒരു ഏകദേശം 1.60 ആ റേഞ്ചിൽ തന്നെ ലോൺ കയറൂലേ? പിന്നെ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ കൊടുക്കല. അടുത്തൊരു അൾട്ടോ 800. 2014 മോഡൽ. 2014 മോഡൽ. എത്രാമത്തെ ഓണറാ? ഇത് 4th ഓണർ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? 62,000 ഓടിയിട്ടുള്ളൂ അല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇല്ല. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 80% ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫൈനലാക്കി എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. ലോണൊക്കെ കയറൂലേ? ലോൺ ഒരു 1.60 വരെയൊക്കെ ലോൺ. 1.60 കയറും. ബാങ്ക് ലോണിനെ കയറൂലേ? ബാങ്ക് ലോൺ. ഓക്കെ. ഫൈനലാക്കി നമുക്ക് മാക്സിമം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത് ഒരു ടാറ്റ ഇൻഡിക്ക CS. പെട്രോൾ ഡീസൽ അല്ലേ? എത്ര മോഡൽ? എത്ര? ഇത് 2013 മോഡൽ അല്ലേ? ഓണർ എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 70-80% അടുത്ത് ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഫൈനലാക്കി എത്ര കൊടുത്തത്? ഇത് നമ്മൾ 1.10 ഒരു ഉറുപ്പ്യൊക്കെ ലാസ്റ്റ് കൊടുക്കാം. ലോൺ എന്തെങ്കിലും കയറും ഇതിൽ? ലോണ് കയറൂലേ? ബാങ്ക് ലോണിന് കയറുമോ? ബാങ്ക് ലോണിന് കയറേണ്ടതാണ്. കയറുന്നില്ല. ഫൈനലാക്കി നമുക്ക് എത്ര മാക്സിമം കൊടുക്കാം? മാക്സിമം കുറച്ചിട്ട് നമുക്ക് ഒരു ഇയോൺ എത്ര മോഡൽ? 2014 മോഡൽ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1.5. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്. മെയിൻ ഗ്ലാസ് ഉണ്ട് അല്ലേ? പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടയറും കാര്യങ്ങളും ഒരു 80% അടുത്ത് ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മൾ 1.25 ചോദിക്കണം. ഒരു 1.65. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ കയറുമോ? ലോൺ ചെയ്തു.
ബാങ്ക് ഫിനാൻസ് തന്നെ കിട്ടും. ഒരു 40 ആ റേഞ്ചിലൊക്കെ കുറച്ചെടുത്തൂടെ മാക്സിമം? മാക്സിമം ചെയ്തു. ബ്രോ അടുത്തൊരു വാഗണർ 2013 VXi. 2013. എത്ര കിലോമീറ്റർ ഓടിക്കും ഇത്? 90,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ്. പിന്നെ ടയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു 80% ടയറും കാര്യങ്ങളുണ്ട്. മെറ്റീരിയൽക്ക് വരികയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2.25 കൊടുക്കാം. 2.25. ലോൺ എന്തെങ്കിലും കയറുമോ? ലോൺ ഒരു 2.25 ആ റേഞ്ചിൽ കയറും. മാക്സിമം കുറച്ച് കൊടുത്തത് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ അടുത്തൊരു റിഡ്സ്. ഇത് എത്ര മോഡല്? ഇത് 2013 VDI. 2013 VDI. ഇതിന് റീപ്ലേസ്മെന്റ് ഇല്ല? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ്. എത്രാമത്തെ ഓണർ അത്? ഇത് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 1.10 ഓടിക്കില്ലേ? പിന്നെ കുറച്ച് ലൈറ്റ് കുറച്ച് വാങ്ങി അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കില്ലേ? അത് ക്ലീൻ ചെയ്ത് കൊടുക്കും. ടയറും കാര്യങ്ങളും വരുമ്പോൾ ഒരു അത്യാവശ്യം കട്ടുള്ള 70 ആ റേഞ്ച് ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ നീറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കമ്പനി വരുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറൊക്കെ ഉള്ളത് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രോ അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 3.10. പിന്നെ ഇത് ലോൺ ഫിനാൻസ് 2.5 ആ റേഞ്ചിൽ കയറൂല? മാക്സിമം പിന്നെ കസ്റ്റമർ അനുസരിച്ച് കയറൂല? ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുത്തൂടെ? ചെയ്യാം. മാക്സിമം ചെയ്തു കൊടുക്കും. അടുത്തൊരു സ്വിഫ്റ്റ്. ഇത് എത്ര മോഡൽ? എത്ര? ഇത് 2022 മോഡൽ. എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണർ. ഇത് VXi. VXi. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 80. ഇന്റീരിയർക്ക് വരുമ്പോൾ നീറ്റും കാര്യങ്ങളാണ്. കമ്പനി വരുന്ന ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഫൈനലാക്കി എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6.30. പിന്നെ ഇതിന് ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരുന്ന കുറച്ചും കൊടുക്കാം. ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞേ? ഇത് 40,000. 40,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. അടുത്തൊരു അൾട്ടോ 2010 LXi. 2010 LXi. ഇതിന് റിന്യൂവൽ പുതിയ പേപ്പർ എടുത്തു. 5 വർഷത്തിന് പേപ്പർ 2030 വരെ പേപ്പർ. അപ്പോൾ 5 പേപ്പർ നോക്കണ്ട. 5 വർഷം പേപ്പർ. ഇനി എണ്ണ അടിച്ചോണ്ട് ഓടിയാൽ മതി. വേറെ ഒന്നുമില്ല. പെട്രോൾ അടിക്കാൻ ഓടുക. പിന്നെ ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞേ? ഇത് 72,000 അല്ലേ? ടയറും കാര്യങ്ങളും ഒരു 80-85% മുകളിലുണ്ട്. ബാക്കിലത്തെ ടയർ പുതിയ ടയറാണ്. പിന്നെ ഇന്റീരിയർക്ക് വരുമ്പോൾ സീറ്റ് കവറും കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്റീരിയലൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഇത് മെയിൻ ഗ്ലാസ് ചെറിയൊരു അത് നമ്മൾ മാറ്റി കൊടുത്തൂടെ? അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കല്ലേ? പിന്നെ അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.30. 1.30 അല്ലേ? എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തുമോ? ഇത് ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് ശ്രീരാമിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ലൊക്കേഷൻ നമ്മളെ ഷോപ്പിന്റെ കക്കാടംപുറം, AR നഗർ കക്കാടംപുറം. ഓക്കെ. പിന്നെ ഇവിടുന്ന് വരികയാണെങ്കിൽ നമ്മളെ കൊളപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഇവിടെ എയർപോർട്ട് റോഡിന് ഒരു 2 കിലോമീറ്റർ കക്കാടംപുറം. ഓക്കെ. പിന്നെ വേറെ കൊണ്ടോട്ടിന്ന് ഇങ്ങനെ നമ്മളെ കൊളപ്പുറത്തുള്ള റൂട്ടില് കക്കാടംപുറം. ഓക്കെ. പിന്നെ ഞങ്ങള് വാട്സപ്പിൽ നമ്മളിപ്പോ വണ്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടാണെങ്കിൽ അയച്ചു കൊടുക്കാം. ഫുൾ ഡീറ്റെയിൽസ് മാക്സിമം കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 Instagram ID ഉണ്ട്. വാഹന സംബന്ധമായ എല്ലാ വീഡിയോയും അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ മാക്സിമം നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുവരെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.